നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 30, 31 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി ഇതിൽ പറയാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. 2 ദിവസം കൂടുമ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാം. ഈ ദിനഫലങ്ങൾ മറ്റ് ചാനലുകളൊന്നും ഇടാറില്ല. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി 29 വൈകിട്ട് 6:30 PM മുതൽ ജനുവരി 31 രാത്രി 8 മണി 1 മിനിറ്റ് PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ചാനൽ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ഇങ്ങനെ ഈ വീഡിയോയിൽ പൊതുവിലുള്ള ഫലങ്ങൾ പറയുന്നു. കൂടാതെ ഇതിൻ്റെ മറ്റ് രീതിയിലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുക. അതൊക്കെ ചെറിയ വീഡിയോകളായിരിക്കും. ഇത് ഇച്ചിരി ഒരു 10, 20, 25 മിനിറ്റ് നീളുന്ന വീഡിയോ ആണ്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കൂടാതെ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. പൊതുവിലുള്ള ഒരു കാര്യം, അതായത് ചന്ദ്രനും വ്യാഴവും ഒരേ രാശിയിൽ വരുന്നു, മിഥുനം രാശിയിൽ. അപ്പോൾ ഗജകേസരി യോഗം, ഈ മിഥുനം രാശിയിലെ ഗജകേസരി യോഗം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് 2 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഇത് വരുന്നത്, ഗജകേസരി യോഗം. അപ്പോൾ അത് 2 രാശിക്കാർ, അത് പ്രത്യേക ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ 3 രാശിക്കാർക്ക് ഇട്ടിവെട്ട് സൗഭാഗ്യമുണ്ട്, അത് വേറൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം 4-5 മിനിറ്റ് നീളുന്ന വീഡിയോകളാണ്. പിന്നെ കൂടാതെ 3 രാശിക്കാർക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളുമാണ്, അതും ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ദിവസങ്ങളിലെ ബ്രഹ്മമുഹൂർത്തം നോക്കാം. 30, 31 തീയതികളിൽ രാവിലെ 5:18 AM മുതൽ 6 മണി 6 മിനിറ്റ് AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 30, 31 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 30, 31 തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണി 17 മിനിറ്റ് PM മുതൽ ഉച്ചയ്ക്ക് 1 മണി 3 മിനിറ്റ് PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 30, 31 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 30-ാം തീയതി രാവിലെ 11 മണി 13 മിനിറ്റ് AM മുതൽ ഉച്ചയ്ക്ക് 12 മണി 40 മിനിറ്റ് PM വരെയാണ് 30-ാം തീയതി രാഹുകാലം. 31-ാം തീയതി രാവിലെ 9:47 AM മുതൽ രാവിലെ 11 മണി 13 മിനിറ്റ് AM വരെയാണ് 31-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 30-1-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 1, 2, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 31-1-2026 ആ ദിവസം 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4 ഭാഗ്യസംഖ്യയാണ്. 1, 3, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 30-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള. 31-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. 1000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 1200 രൂപ നിസ്സാരമായിട്ട് കിട്ടും, ഈ ഭാഗ്യ നിറം നമ്മൾ പാലിച്ചുകൊണ്ട് പോയാൽ. ഓക്കെ. അപ്പോൾ ഫലങ്ങൾ നോക്കാം. ആദ്യം മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ശനി 7 ശനിയായിട്ട് തുടരുന്നു. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാവും. അത് ഈ മകരമാസം മുഴുവൻ ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, കൂടാതെ
ചൊവ്വയും സൂര്യനും അനുകൂലമായതിനാൽ നമുക്ക് ഈ സർപ്പവും അനുകൂലമാണ്. അപ്പോൾ അത് മൂന്നും കൂടെ ചേരുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാകുന്നതാണ്. പൊതുവെ മേടൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അതുകൂടാതെ ശനിയും വ്യാഴവും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ദൈവാധീനം, അതുപോലെ യാത്രകൾക്ക്, അത് തീർത്ഥയാത്രയായാലും ഉല്ലാസയാത്രയായാലും അതിന് അവസരമൊരുങ്ങും. അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. പൊതുവെ സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ വ്യാഴം, സൂര്യൻ, ചൊവ്വ, ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും 5 ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് അനുകൂലമില്ലെന്ന് മാത്രമല്ല, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഇവർക്ക് 6 ഗ്രഹങ്ങളുണ്ട്. ഓക്കെ, സൂര്യൻ, ചൊവ്വ, ബുധൻ, സർപ്പം, ചന്ദ്രൻ, വ്യാഴം ഇവയെല്ലാം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. പൊതുവെ കർക്കിടക രാശിക്കാർ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈ ദോഷാധിക മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്ര ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും വ്യാഴവും കൂടി ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭൗതിക സുഖങ്ങൾ, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങും. അതുപോലെ തന്നെ മകരമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, സന്താന നേട്ടം, പിതൃഗുണം ഇവ അനുഭവപ്പെടും. പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ നേട്ടമുണ്ടാവും. ഇവർ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് അത്ര നേട്ടമുള്ള ദിവസങ്ങളൊന്നും അല്ല, എങ്കിലും ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്.
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസമാണ്. ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത, സർവകാര്യ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർവ്വവിധ സൗഭാഗ്യം. വ്യാഴം 9ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ഈ ചന്ദ്രനും വ്യാഴവും കൂടി ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. അതിൻ്റെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ചന്ദ്രനും വ്യാഴവും അഷ്ടമത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ അത് ദോഷകരമാണ്. തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാം. എങ്കിലും പൊതുവെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസങ്ങളാണ്. ഇനി ധനുരാശി. മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ വ്യാഴവും 7ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുപോലെ തന്നെ പ്രേമജീവിതം, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം, അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ചന്ദ്രനും ശനിയും അനുകൂലമാണ്. അപ്പോൾ ചെറിയൊരു നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ശനിയും ശുക്രനും ചന്ദ്രനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വിജയസാധ്യതയൊക്കെ കാണുന്നുണ്ട്. എങ്കിലും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായി നിൽക്കുന്നത് പ്രതികൂലമായിട്ട് തന്നെ തുടരും. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. പൊതുവെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ദോഷാധിക്യം ഉണ്ട്. എങ്കിലും വ്യാഴവും ശുക്രനും അതിൻ്റെ കാഠിന്യം കുറയ്ക്കും. എങ്കിലും ഇവർക്ക് അല്പം ധനവരവൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവെ നല്ല ദിവസങ്ങളൊന്നുമല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ശനി ജന്മശനിയായി തുടരുന്നു. അപ്പോൾ
ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത. മകരമാസം മുഴുവൻ ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ ഉണ്ടായതുകൊണ്ട് തൊഴിൽ ഭാഗ്യം എല്ലാ വിധത്തിലും ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.